ഹലോ, നിങ്ങൾ ജേർണലിങ്ങിലെ ബിഗിനേഴ്സ് ആണ്, അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ടൈം കിട്ടാറില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന 3 ടിപ്സ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഫൈനലി ഒരു ബോണസ് ടിപ്പും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, സോ ഐ എം ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ. സോ ഫസ്റ്റ്, എന്താണ് ഈ ജേർണലിംഗ് എന്ന് പറയുക? ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിലൂടെ ഒരുപാട് ആർട്ട് ജേർണലിംഗ് സ്പ്രെഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് ടൈമും സപ്ലൈസും ഒക്കെ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡെയിലി ജേർണലിംഗ് എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ഹാബിറ്റ് ആക്കാം, അതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള 3 ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യും. ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിലുള്ള തോട്ട്സും ഐഡിയാസും ഒക്കെ ഒരു പേപ്പറിൽ എഴുതുന്നതാണ്. ഇറ്റ്സ് ബേസിക്കലി റൈറ്റിംഗ് ഡൗൺ യുവർ തോട്ട്സ് ടു കാം യുവർ മൈൻഡ്. ഇപ്പോൾ നിങ്ങളുടെ ഭയങ്കര ഒരു ബിസി ആയ ഡേ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് നിങ്ങൾ എഴുതുക എന്തൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾ എഴുതുക. അപ്പം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം തന്നെ മൈൻഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ അൺലോഡ് ചെയ്തിട്ടുണ്ടാകും. ഒരു ചെറിയ കാര്യത്തിന് തന്നെ നിങ്ങളുടെ മൂഡ് ഭയങ്കര ചേഞ്ച് വരുത്താൻ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലോങ് ടേമിൽ ജേർണലിംഗ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ദിസ് ഈസ് യുവർ സൈൻ ടു സ്റ്റാർട്ട് ജേർണലിംഗ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസം മനസ്സിലാവും. ആൻഡ് വൈ ജേർണലിംഗ്, എന്തുകൊണ്ട് നമ്മൾ ജേർണലിംഗ് ചെയ്യണം, ആൻഡ് എന്തുകൊണ്ട് നിങ്ങളതൊരു ഹാബിറ്റ് ആക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ മൈൻഡിൽ ഒരു സ്പേസ് തരാൻ ജേർണലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രെസ്ഫുൾ ഡേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിലുള്ള ലിറ്റിൽ തിങ്സ്, അതായത് ലിറ്റിൽ തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി, അതിനെയൊക്കെ പറ്റിയിട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. സോ ഓവർ ദ ടൈം നിങ്ങളുടെ ജേർണലിംഗ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അതായത് നിങ്ങളുടെ ബ്രെയിൻ ചില പാറ്റേൺസ് തന്നെ റെക്കഗ്നൈസ് ചെയ്യും. അതായത് കുഞ്ഞി കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പി ആക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈവൻ ചെറിയ കാര്യത്തിൽ ഒരുപാട് ഹാപ്പി ആവും. സോ നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെങ്കിൽ, 2 ചോയ്സസിൽ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഇരുന്ന് എഴുതുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് എന്താണ് വേണ്ടതെന്ന്. ഇപ്പോൾ ചില ദിവസങ്ങളുണ്ടാവില്ല, എന്തെങ്കിലും ഒരു ബിഗ് ഡേ, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊന്ന് നിങ്ങളുടെ മൈൻഡ് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജേർണലിംഗ് ഹെൽപ്ഫുൾ ആക്കും. അല്ല, ഇതെല്ലാം സോൾവ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ് മേക്സ് തിങ്സ് ഈസിയർ. ഇറ്റ് ഗിവ്സ് യു എ ക്ലാരിറ്റി. സോ നിങ്ങളുടെ ജേർണലിംഗ് ഗെയിം ബെറ്റർ ആക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് മേക്ക് ഇറ്റ് ലോ പ്രഷർ. അതായത് നിങ്ങളുടെ ജേർണലിംഗ് എപ്പോഴും എസ്തെറ്റിക്, എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു പ്രഷർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. സോ ജേർണലിംഗ് ഈസ് ബേസിക്കലി ഡംപിങ് യുവർ തോട്ട്സ്. അപ്പോൾ അത് അടിപൊളിയായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും ഉള്ളൊരു റൂള് വെക്കാതിരിക്കുക. ബിക്കോസ് ഇതൊരു എസ്സേ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും വന്ന് മാർക്കിടോ ഒന്നും ചെയ്യുന്നില്ല. നോബഡി ഈസ് ഗോയിങ് ടു ജഡ്ജ് യു. സോ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ആൻഡ് ഒരുപാട് ടൈമൊന്നും എടുക്കാതെ ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. എന്തെങ്കിലും ഒരു ദിവസം നടന്ന ഹൈലൈറ്റ്സ് മാത്രമായിട്ട് എഴുതാം. അപ്പോൾ ഒരുപാട് പെർഫെക്റ്റ് അല്ലാണ്ട് നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. ഈ ദിവസം ജേർണലിംഗ് ചെയ്യണം, നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ദിവസം നടന്ന എന്തെങ്കിലും ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ അതൊരു ഡെയിലി ഹാബിറ്റായിട്ട് എടുക്കും. നിങ്ങൾ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അയ്യോ ഇന്ന് ജേർണലിംഗ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കില്ല നിങ്ങൾ ചെയ്യുക. ഇറ്റ് വിൽ ബി എ വെരി ഈസി തിങ് ടു ഡു. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും മെസ്സി തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയായിരിക്കില്ല, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്താണോ മനസ്സിൽ വരുന്നത് അത് ജസ്റ്റ് നിങ്ങളുടെ ജേർണലിങ്ങിൽ എഴുതുക. ആൻഡ് അങ്ങനെ നിങ്ങൾ ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഷോ അപ്പ് ചെയ്യും ജേർണൽ ചെയ്യാൻ. ഓൺലി തിങ് ഇസ് ജസ്റ്റ് ഷോയിങ് അപ്പ് ആൻഡ് റൈറ്റിംഗ് യുവർ തോട്ട്സ് ഡൗൺ. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളക്ട് പ്രോംപ്റ്റ്സ് ഫ്രം പിൻട്രസ്റ്റ് ഓർ ChatGPT. ചില ദിവസങ്ങളിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്, എവിടെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ, ഡോണ്ട് വെറി, ഗോ ടു പിൻട്രസ്റ്റ്, ജസ്റ്റ് ജേർണലിംഗ് പ്രോംപ്റ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിൽ നിങ്ങൾക്ക് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന് ടൈം കളയാതിരിക്കാൻ എന്താണോ ഫസ്റ്റ് വരുന്നത് അതെടുക്കുക. ഫസ്റ്റിൽ അവർ കുറേ ക്വസ്റ്റ്യൻസ് തരും, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതുക, എന്താണോ അതിനെപ്പറ്റി നിങ്ങൾക്കുള്ള തോട്ട്സ് അത് എഴുതുക. സോ ദാറ്റ് നിങ്ങൾ എന്താണോ എഴുതേണ്ടത് എന്നൊക്കെ വിചാരിച്ച ടൈം വേസ്റ്റ് ചെയ്തില്ല.
ആൻഡ് മെല്ലെ മെല്ലെ നമ്മൾ കുറേ പ്രോംപ്റ്റ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കും. ചില പ്രോംപ്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, വാട്ട് ഡ്രെയിൻസ് യുവർ എനർജി, വാട്ട് മെയ്ഡ് ദ ഡേ മോർ ബെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഓവർ ദ ടൈം കുറേ കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യും. നമ്മൾ പിന്നെ അത് ചെയ്യില്ല. ഇപ്പോൾ കുറേ നേരം സ്ക്രോളിങ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലിങ്ങിൽ നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യും, നമ്മൾ ഇതിനെ പറ്റിയിട്ടല്ലേ ഗിൽറ്റി പറഞ്ഞിട്ട് എഴുതിയ കാര്യമല്ലേ, സോ ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. സോ അങ്ങനെ കുഞ്ഞു ഇത് പെട്ടെന്ന് ഒരു ദിവസം വരുന്ന ഒരു മാറ്റമായിരിക്കില്ല. നമ്മൾ മെല്ലെ കുറേ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് നമ്മളുടെ ലൈഫിൽ വരിക. എനിക്കിത് പേഴ്സണലി മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എപ്പോഴെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടല്ലാതെ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് എഴുതും. പക്ഷെ ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്. നമ്മുടെ ഫ്രണ്ടായിട്ട് കാണുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ എഴുതുക. സോ പിന്നീട് നമുക്കത് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾക്ക് ഇഷ്ടമല്ലല്ലോ, ദെൻ വൈ ആർ വി ഡൂയിങ് ഇറ്റ്, അങ്ങനെ ഒരു സംഭവം നമുക്ക് വരും. സോ ട്രസ്റ്റ് മീ, ഇറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30 days ഓഫ് ജേർണലിങ് ഒരു ചലഞ്ച് പോലെ എടുത്തിട്ട് ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഇനി തേർഡ് ടിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻഡ് യുവർ ജേർണലിങ് വിത്ത് എ പോസിറ്റീവ് നോട്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ച ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ എഴുതുമായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് എന്തൊരു മിസറബിളാണ് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. സോ എൻഡ് ഇറ്റ് വിത്ത് എ പോസിറ്റീവ് നോട്ട്, ലൈക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ സർവൈവ് ദ ഡേ, ഐ ഡിഡ് ബെറ്റർ. നിങ്ങൾക്ക് തന്നെ ഒരു താങ്ക് യു നോട്ട്, ചിലപ്പോൾ നിങ്ങൾ അത്രയും സ്ട്രെസ്ഫുൾ ഡേ ആയിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് എൻഡിങ്ങിൽ എഴുതാം. സോ നിങ്ങൾ ആ ജേർണലിങ് അടച്ചു വെക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് യു ഡിഡ് ബെറ്റർ എന്നുള്ളൊരു സംഭവം. നമുക്ക് എന്തെങ്കിലും ആ ഡേയിൽ എന്തെങ്കിലും ഒരു നല്ല സംഭവം എഴുതിയിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ജേർണലിങ് എൻഡ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല, അതിനെപ്പറ്റി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ലൈക്ക് ഐ വിൽ ടേക്ക് മോർ എഫേർട്സ് ടു ഡു ഇറ്റ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം റെഡി ടു ടേക്ക് മോർ എഫേർട്സ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് നോട്ടിൽ നിങ്ങൾ എൻഡ് ചെയ്യണ സമയത്ത് നിങ്ങളെ തന്നെ എൻകറേജ് ചെയ്യാണ് ഫോർ ദ നെക്സ്റ്റ് ഡേ ടു ടേക്ക് മോർ എഫേർട്സ്. നിങ്ങളെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാണ് അവിടെ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ യുവർ ജേർണൽ. എനിവേ, ഞാൻ പറഞ്ഞതുപോലെ ഒരു ബോണസ് സ്റ്റെപ്പ് കൂടെ ഉണ്ട്. കീപ് യുവർ ജേർണൽ ഈസിലി ആക്സസിബിൾ. ഇപ്പോൾ നിങ്ങളുടെ ഡെയിലി എഴുതുന്ന ജേർണൽ ആണെങ്കിൽ നിങ്ങളുടെ ഒരു ജേർണൽ എപ്പോഴും നിങ്ങളുടെ ഡെസ്കിൻ്റെ സൈഡിൽ വെക്കുക. സോ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വരും അത് കാണുമ്പോൾ ഇന്ന് ജേർണലിങ് ചെയ്യണം. ഇനി ചിലപ്പോൾ നിങ്ങൾ ഒട്ടും ഭയങ്കര തിരക്കായിട്ട് നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റാതെ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ നോട്ട്സിലത് എഴുതിയെടുക്കുക. ആൻഡ് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ജേർണലിങ് ചെയ്യുന്നത് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റും അല്ല. നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും, അത് കാരണം നിങ്ങൾ ചെയ്യുക. ആൻഡ് എൻജോയ് ദ പ്രോസസ്സ്. നിങ്ങൾ എഴുതുന്നതും എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾക്കതൊരു ബേർഡനായിട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്യരുത്. കഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ ഇതുണ്ടാവില്ല. കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ 3 ടിപ്സും പറഞ്ഞത്. അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ജേർണലിങ് മെല്ലെ മെല്ലെ നമുക്കൊരു ഹാബിറ്റായി കൊണ്ടുവരാം. എന്നിട്ട് ലോങ് ടേമിൽ നമ്മൾ ചിലപ്പോൾ അത് നമ്മളുടെ ഒരു മസിൽ മെമ്മറി ആവും. അതായത് നമ്മൾ ഡെയിലി ചിലപ്പോൾ എന്തായാലും എടുത്ത് നമ്മൾ ജേർണലിങ് ചെയ്യും. നമുക്കതൊരു ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആവണ വരെ കീപ് ഡൂയിങ് ജേർണലിങ്. So for my fellow journal lovers, keep journaling. Let's make our days better. Let's grow and glow together.